ഹലോ ഗൈസ്, ഇവിടുത്തെ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ചൈതന്യ അഗ്രി ബയോ പാർക്കിനെ പറ്റി ഒരു റിവ്യൂ അല്ലെങ്കിൽ അതെന്താണെന്ന് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. എത്ര പേർക്ക് അത് അറിയാമെന്നറിയത്തില്ല. നമ്മുടെ കുട്ടികൾക്ക് വിജ്ഞാനവും ഉല്ലാസവും ഒരേ സമയം പകർന്നു നൽകാൻ കഴിയുന്ന ഒരു ബയോ പാർക്കാണ്. അത് കോട്ടയം അതിരൂപതയുടെ സാമൂഹ്യ സേവന വിഭാഗമായ കോട്ടയം സോഷ്യൽ സർവീസസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ തെള്ളാത്ത് ചൈതന്യ പാസ്റ്റൽ സെന്റർ, അതെല്ലാവർക്കും അറിയായിരിക്കും. ഒരുപാട് കല്യാണങ്ങളൊക്കെ നടക്കുന്ന സ്ഥലമാണ്. അവിടെ ആ കോമ്പൗണ്ടിനോട് ചേർന്ന് ഒരു 2023 ശരിക്കും പറഞ്ഞാൽ ഈ ബയോ പാർക്കിന്റെ ഇനോഗ്രേഷൻ ഒക്കെ നടന്നത്. അവിടെ പാർക്ക് മാത്രമല്ല, ഹെൽത്ത് ഫിറ്റ്നസ് സെന്ററും ഒരു കാർഷിക മ്യൂസിയവും അങ്ങനെ ഒരു സ്റ്റാച്യു പാർക്കും ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഉള്ള ഒരു സ്ഥലമാണ്. ശരിക്കും ഇനിയിപ്പോൾ ഓണം വെക്കേഷനാണ് വരുന്നത്. നമുക്കറിയാം, കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഇപ്പോൾ അവർ ഒരുപാട് കൂടുതൽ കുട്ടികളും ഈ ഫോണിലൊക്കെ ഗെയിമിങ്ങിനൊക്കെ അഡിക്റ്റ് ആണ്. അതല്ലെങ്കിൽ അവർക്ക് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അപ്പാർട്ട്മെന്റ്സിലോ അല്ലെങ്കിൽ നമ്മൾ ഫ്ലാറ്റിലോ അല്ലെങ്കിൽ വീടുകളിൽ പോലും അച്ഛനമ്മമാരെ തിരക്കിലാവുമ്പോൾ കുട്ടികളെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു പ്രൊഫഷൻ ഇല്ല. എനിക്ക് കോട്ടയംകാരി ആണ് ഞാൻ, ഒരിക്കലും ഞാനത് ഇങ്ങനെ മോശമായിട്ട് പറയല്ല. പക്ഷേ നമുക്ക് കോട്ടയത്ത് ഭയങ്കര ലിമിറ്റഡ് സ്പേസേ ഉള്ളൂ പോയി ഒന്ന് എൻജോയ് ചെയ്യാൻ എന്ന് വിചാരിക്കാൻ വേണ്ടി. അതല്ലെങ്കിൽ നമ്മൾ അങ്ങേയറ്റത്തോട്ടോ ഇങ്ങേയറ്റത്തോട്ടോ പോകണം. നമുക്ക് അങ്ങേയറ്റത്തോട്ട് പോയാൽ മലകളും ഇങ്ങേയറ്റത്തോട്ട് പോയാൽ കടലും ഒക്കെ കാണാൻ പറ്റുമെങ്കിലും, പക്ഷേ നമ്മൾക്ക് ഈ ടൗണിനോടൊക്കെ ചേർന്ന് താമസിക്കുന്നവർക്ക് ഒന്ന് റിലാക്സ്ഡ് ആവാനുള്ള സ്ഥലങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. തീർത്തും ഇല്ല എന്നല്ല, എന്നാലും കുറവാണ്. അപ്പോൾ ശരിക്കും എനിക്കൊരു 2 വയസ്സുള്ള കുട്ടിയാണുള്ളത്. ഞങ്ങളപ്പോൾ ഇങ്ങനെ ഇതുപോലെ ശരിക്കും ഇങ്ങനെ ഈ ചെടികൾ വാങ്ങാൻ വേണ്ടി ചൈതന്യ നഴ്സറിയിൽ പോകുമായിരുന്നു. അങ്ങനെ ചുമ്മാ പുറകിലേക്ക് പോയപ്പോഴാണ് ഈ പാർക്ക് ഉണ്ടെന്നൊക്കെ അറിയുന്നത്. പിന്നെ ഞങ്ങളിപ്പോൾ റെഗുലറായിട്ട് വിസിറ്റ് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞാൽ, പറ്റിയ വീക്ക്ലി ഒന്ന് കൊണ്ടുപോകും തനുവിനെ, അല്ലെങ്കിൽ 2 വീക്സിലെങ്കിലും ഒന്ന് കൊണ്ടുപോകും. കാരണം വെച്ചാൽ അവർക്ക് കുട്ടികൾക്ക് ഭയങ്കര എനർജിയുള്ള സമയമാണ്. അപ്പം നമ്മൾ അവരെ അടങ്ങിയിരിക്കുക പറഞ്ഞിട്ട് അവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് പിടിച്ചു വെക്കാതെ അവരെ നമ്മൾ ഒന്ന് കളിക്കാൻ വേണ്ടി ഫ്രീ ആക്കി വിടേണ്ട ഒരു പ്രായമാണ്. ശരിക്കും കളിച്ച് വളരേണ്ട പ്രായം എന്ന് പറഞ്ഞാൽ അത് കളിച്ച് തന്നെ വളരണം. അപ്പോൾ പേരൻസിന് എവിടെ എന്താണ് ഓപ്ഷൻ എന്നൊരു കൺഫ്യൂഷൻ കാണൂല്ലേ. അപ്പോൾ ഏറ്റവും നല്ല ഇപ്പം കോട്ടയത്ത് നിലവിലുള്ളതിലും ഏറ്റവും നല്ല സ്ഥലമാണ് ഈ ചൈതന്യ കൾച്ചറൽ സെന്റർ കുട്ടികൾക്ക് വേണ്ടി ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ഇത് തികച്ചും ഇതുവരെ എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ശരിക്കും ഇത് സൗജന്യമായിട്ട് തന്നെയാണ് പോകുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇതൊരു സാമൂഹിക സേവന വിഭാഗത്തിന്റെ ഒരു സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കോട്ടയത്തെ സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ കീഴിലാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതുവരേക്കും സൗജന്യമായിട്ട് തന്നെയാണ്. നമുക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളെ ഇങ്ങനെ നമ്മൾ ഫോട്ടോ ഒരു പിക്ക് കാണിച്ചിട്ടാണ് നമ്മൾ എന്താണ് മുയൽ അല്ലെ പട്ടി പൂച്ച, ഇതൊക്കെ പട്ടി പൂച്ചയ്ക്ക് പിന്നെയും നമ്മുടെ വീട്ടിൽ കാണും. പക്ഷെ അല്ലാതെ മുയൽ എന്താണ്, മയിൽ എന്താണ്, അല്ലെങ്കിൽ പ്രാവ് എന്താണെന്നൊക്കെ എപ്പോഴും നമുക്ക് ഇങ്ങനെ എവിടെയെങ്കിലും കൊണ്ടുനടന്ന് ജീവനുള്ളതിനെ കാണിക്കാൻ പറ്റത്തില്ല. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുമാതിരി ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഗുനിയാപിക്സ് ഉണ്ട്, പ്രാവുണ്ട്, ലവ് ബേർഡ്സ് ഉണ്ട്. കുറച്ച് അവർക്ക് മാക്സിമം അവർക്ക് പറ്റുന്ന കുറച്ച് ജീവികളെയൊക്കെ ഇവിടെ ഉണ്ട്, അവർ വളർത്തുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് കുട്ടികളെ കാണിച്ച് അവരെ അത് പഠിപ്പിക്കാനും അവരെ ആ പ്രകൃതിയായിട്ടൊന്നും ഇണങ്ങി. കാരണം ഒരുപാട് മരങ്ങളുണ്ട്. അവിടെ നക്ഷത്ര പാർക്ക് എന്നാണ് പറയുന്നത്. അത് ഒരുപാട് മരങ്ങളുണ്ട്, ഒരുപാട് വെറൈറ്റി. നമ്മൾ ഈ ഫ്രൂട്ടിങ് സീസണിലൊക്കെ ചെല്ലുമ്പോൾ, മാമ്പഴത്തിൻ്റെ ഒക്കെ സീസണിൽ ചെല്ലുമ്പോഴത്തേക്ക് ശരിക്കും നിറയെ മാമ്പഴം വീണ് കിടക്കുന്നുണ്ട്. അങ്ങനെ അതുപോലെ ഒത്തിരി കുട്ടികളെ എൻഗേജ്ഡ് ആക്കാൻ പറ്റുന്ന, അവർക്ക് നോളജ് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഓണാവധിക്ക് ഇനി കുട്ടികളെ എന്ത് ചെയ്യും, അവരെ എങ്ങനെ എൻഗേജ് ചെയ്യിപ്പിക്കും, അവരെങ്ങനെ ഹാപ്പി ആക്കും എന്നൊക്കെ ചിന്തിക്കുന്ന പേരൻസിന് ഒരു നല്ല ഓപ്ഷനാണ് ഈ കോട്ടയത്ത് തെള്ളകത്തുള്ള ചൈതന്യ ബയോ പാർക്ക്. എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചെറുതായിട്ട് ഇങ്ങനെ പറയാം എന്നുള്ള രീതിയിലാണ് ശരിക്കും ഇപ്പോൾ വീഡിയോ എടുത്തിരിക്കുന്നത്. നമുക്ക് ശരിക്കും ഫിറ്റ്നസ് സെന്റർ ഉണ്ട്. അതിപ്പം നമ്മൾക്ക് വലിയവർക്കും ചെയ്യാം. നമുക്ക് വലിയവർക്ക് വേണ്ടിയിട്ടുള്ള ഫിറ്റ്നസ് സെന്റർ ഉണ്ട്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള എക്സസൈസസ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന, ഈവനിങ്സിലൊക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞതൊക്കെ മനസ്സിലാണെങ്കിൽ നിങ്ങളവിടെ വിസിറ്റ് ചെയ്യണം. അങ്ങനെ വിസിറ്റ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും എത്രത്തോളം നല്ലതാണെന്ന്. തീർച്ചയായിട്ടും നല്ലൊരു സ്ഥലമാണ്. ഇതൊരു പെയ്ഡ് റിവ്യൂയോ കാര്യങ്ങളോ ഒന്നുമല്ല. എനിക്ക് തോന്നിയത് ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച് എനിക്കങ്ങ് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ പോകാനൊരു അവസരം കിട്ടിയാൽ തീർച്ചയായിട്ടും പോകണം. പിന്നെ അവിടെ ഒരു നഴ്സറിയും കൂടി ഉണ്ട്. ഞാൻ നഴ്സറിയുടെ വീഡിയോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടില്ല. വേറൊരു ദിവസം അത് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്നൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം ഇവിടുത്തെ വിശേഷം.